ക്ലീനിങ് വീഡിയോ അല്ല കേട്ടോ ഇത് നോർമൽ ഒരു ക്ലീനിങ് വീഡിയോ മാത്രം. രാവിലെ എഴുന്നേറ്റു കേട്ടോ, കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ 8 മണിക്കാണ് ഇവിടെ രാത്രി ആവുന്നത് പോണം. അപ്പോൾ എൻ്റെ ഉറക്കം കുറച്ചൊക്കെ പോയി. സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഓഫീസ് ചെയ്യാനുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് എനിക്ക് നല്ല ചുമയും ജലദോഷവും. അപ്പൊ ഇപ്പൊ ഒക്കെ ശരിയായിട്ടോ. അപ്പൊ ഞാനത്തേക്കെങ്കിലും അങ്ങനെ തന്നെ അത് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അവര് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനത് റൂമിലോട്ടൊക്കെ എത്തിയെന്ന് തോന്നണു എനിക്ക്. ഞാൻ ചെയ്യണത് ഇതാ അടിച്ചടിച്ച് ഞാനിതാ നമ്മുടെ ലാസ്റ്റ് ഈ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അത് വൃത്തിയാക്കണം. ഇവിടെ നമ്മൾ വന്ന് കയറണ ഒരു സ്ഥലമാണ് ഇത്. അപ്പൊ നമ്മൾ അടിച്ചാണ് നല്ല വൃത്തിയാവണത്. നമ്മുടെ ഒരു റൂം തുടച്ചിട്ടായി. അങ്ങനെ നേരെ ചെയ്യാൻ എടുക്കണ്ടല്ലോ. കഥ പറഞ്ഞു 3 ഷെൽഫ് ഉണ്ടായിട്ടും മടക്കി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഉദംപൂർ വന്നിട്ടുള്ള ആദ്യത്തെ ക്ലീനിങ് വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി പേര് ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡീപ്പ് ക്ലീനിങ് വീഡിയോ അല്ല കേട്ടോ ഇത് നോർമൽ ഒരു ക്ലീനിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു കേട്ടോ, കാരണം കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ ടൈമൊക്കെ മാറി. ഇവിടെ ഇപ്പം നേരം വെളുക്കുന്ന വെച്ചാൽ 5 മണിയാകുമ്പോൾ ഇവിടെ നേരം 8 മണിക്കാണ് ഇവിടെ രാത്രി ആവുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പം രാത്രി കുറവാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ രാവിലെ സ്കൂളിൽ പോകണം. അപ്പോൾ എൻ്റെ ഉറക്കം കുറച്ചൊക്കെ പോയി കിട്ടി എന്നൊക്കെ പറയാം. എനിക്കാണ് ചെറുതായിട്ട് പണിയൊക്കെ കിട്ടിയിരിക്കണത്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ നേരത്തെ വരും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാം. അങ്ങനെ ഇന്നാണെങ്കിൽ എല്ലാവരും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി, ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്ലീനിങ് വീഡിയോ ചെയ്യാം. കാരണം ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ചെറുതായിട്ട് ക്ലീൻ ചെയ്യുന്നല്ലാതെ വലിയൊരു ക്ലീനിങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വന്നപ്പോൾ തൊട്ട് എനിക്ക് നല്ല ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു. പനി വന്നിട്ടില്ല എന്ന് പറയണ്ട, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പനി വന്ന് കിടന്നിട്ടില്ല, അത് മാത്രമേ ഒരു ഭാഗ്യമുള്ളൂ. അപ്പം എല്ലാവർക്കും വന്നിട്ടുണ്ടായിരുന്നു, മിന്നുട്ടിക്ക് മാത്രം വന്നില്ല, അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പോൾ ഒക്കെ ശരിയായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നാരും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും എളുപ്പമാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് അവർ വൃത്തികേടാക്കിയിട്ടു. അപ്പം എനിക്കൊരു മൂഡില്ല. അപ്പം ഇന്ന് ആരും ഇല്ലായിരിക്കും. നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടാൽ കുറച്ച് നേരത്തേക്കെങ്കിലും അങ്ങനെ തന്നെ അത് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അവർ വന്നാൽ പിന്നെ അപ്പം തന്നെ തുടങ്ങും ആദ്യം. എന്നാലും ഇന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, നോർമൽ ഒരു ക്ലീനിങ് ആണ്. പിന്നെ ആരോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് എന്തായാലും ചെയ്യുന്നുണ്ട്. നമ്മൾ പൂട്ടിയിട്ടതുകൊണ്ട് ഒത്തിരി പൊടികളും എല്ലാം ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യണില്ല, ഇന്ന് ഞാനൊരു നോർമൽ ക്ലീനിങ് ആണ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ക്ലീനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കിച്ചണിലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ കിച്ചണൊക്കെ പാത്രമൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകി വെച്ച് അതിൻ്റെ തട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി താഴെ തന്നെ അടിച്ച് വാരി ഇതാ നമ്മൾ റൂമിലോട്ടൊക്കെ എത്തിയെന്ന് തോന്നണു എനിക്ക്. ഞാൻ അതിൻ്റെ ഇടയിൽ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല വീഡിയോ. അപ്പോൾ ഇതാ എല്ലായിടത്തും ആദ്യം അടുക്കള അടിച്ചു, പിന്നെ റൂം അടിച്ചു, നേരെ ഹാളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹാളിൽ നമ്മൾ അടിച്ചിട്ട് നേരെ അടുത്ത റൂമിലോട്ടാണ് പോണത്. റൂമെന്ന് പറഞ്ഞെങ്കിൽ റൂമും ആണ് ഹാളും ആണ്, അങ്ങനെ രണ്ടും പറയാം. കാരണം എന്താ പറയുക, അപ്പുറം ഇപ്പുറം വാതിലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളപ്പുറം ഇപ്പുറം വാതിലുണ്ടാകുമ്പോൾ ഹാള് എന്നൊക്കെയാണ് പറയൽ. പക്ഷെ ഇവിടെ റൂമായിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല അത്. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ റൂമായിട്ടാണ് യൂസ് ചെയ്യണത്. ഇതാ അടിച്ചടിച്ച് ഞാനിതാ നമ്മുടെ ലാസ്റ്റ് റൂമും ഹാളും ഒക്കെ ആയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഹാള് വേറെ തന്നെ, ഇപ്പം ഞാൻ അടിച്ചിട്ട് പോയ സ്ഥലമാണ് ഹാൾ കേട്ടോ, ഹാളായിട്ട് ഉപയോഗിക്കണത്. ഇത് നമ്മൾ റൂമായിട്ട് തന്നെയാണ് ഉപയോഗിക്കണത്. പിന്നെ ഇവിടെ ചെയറിലൊക്കെ കാണുന്നത് ഒത്തിരി തുണികളാണ്. കൊണ്ടുവന്ന തുണിയും ഇവിടെ ഉണ്ടായ തുണിയും എല്ലാം കൂടി ഞാൻ ചെയറിൽ വലിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇനി മടക്കി വെക്കണം. മടക്കി വെക്കാൻ എനിക്ക് ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ടാണ് അതങ്ങനെ കിടക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാത്തിനും കൂടി എന്തെങ്കിലും അല്ലറ ചില്ലറ പണി എനിക്ക് എപ്പോഴും ഉണ്ട് ഇപ്പോൾ വന്നപ്പോൾ തൊട്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്ന് അത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് അത് അവിടെ ഇങ്ങനെ കിടക്കണത്. പിന്നെ ഇതാ
ഇവിടെ ഒന്ന് കുറേ ഇവിടെ ഈ റൂമിലാണെങ്കിലേ ഇത്തിരി വണ്ണാമ്പലയും ഒത്തിരി പൊടികളും ഒക്കെ ഉണ്ട്. ഫാനൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ നമ്മൾ വന്ന് കയറണ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ തന്നെ ഇവിടെയാണെങ്കിൽ ചെറിയൊരു ക്ലീനിങ് കുറച്ചധികം നടത്താനുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് ഒതുക്കി വെക്കട്ടെ, എന്നിട്ട് നമ്മൾ മുകളിലുള്ള വണ്ണാമ്പലയൊക്കെ തട്ടണം. പിന്നെ ഫാനും ഉണ്ട് ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഒത്തിരി കാട്ടം ഇപ്പോൾ അടിച്ചടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മക്കളുടെ പണിയാണ് കേട്ടോ. മൊത്തം പേപ്പർ കീറലും അതും ഇതും. അവരെന്തെങ്കിലും ഒന്ന് സാധനം തൊട്ടാൽ മതി, അപ്പോൾ അവിടെ എല്ലാം വലിച്ച് വാരിയിട്ടു. ഇങ്ങനത്തെ ഒരു ശീലമാണ് കുട്ടികളെ. ഇതൊക്കെ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറുള്ളത്? പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഡ്രസ്സ് മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കോംബോ സെറ്റ് ആയിരുന്നു, 5 എണ്ണം ഉണ്ട് കേട്ടോ. ഞാനിത് ഒരു വെപ്രാളത്തിന് കയറിയിട്ട് നോക്കിയതാണ്. എനിക്കിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇട്ടത്. പക്ഷേ ഷേപ്പ് അടിച്ചിട്ടില്ല. അതുകൊണ്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന് ചെറിയ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. നിങ്ങളൊന്ന് പറയണേ എന്താ ഇത് കുഴപ്പമെന്ന്. എല്ലാ ഡ്രസ്സും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഷേപ്പ് അടിച്ചിട്ട് ഞാൻ ഓരോരോ വീഡിയോയിലായിട്ട് ഇട്ടാം, അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. കോംബോ സെറ്റ് നല്ല ഇതാണ് കേട്ടോ. എല്ലാം നല്ല ഡ്രസ്സാണ് കിട്ടിയത്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പണിയാണ്. എല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഇടും. ഞാൻ അതൊക്കെ എടുത്ത് മടക്കി വെക്കും. ഹസ്ബൻഡ് പിന്നെയും കൊണ്ടിടും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഇത് തന്നെയാണ് പണി. ഒരാൾ കൊണ്ടിടും, ഒരാൾ എടുത്തു വെക്കും. ഇത് സ്ഥിരമുള്ള പണിയാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അടിച്ചടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മിന്നുക്കുട്ടിയുടെ ഡോള് പൊട്ടിപ്പോയി കേട്ടോ. കുറേ നാളായി അവളത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കണത്. ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനെടുത്ത് വേസ്റ്റിലിടാം. അവൾ കണ്ടാൽ വേസ്റ്റിലിടാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ കാണാണ്ട്, അവളില്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. കാണാണ്ട് വേസ്റ്റിലിട്ട് കൊണ്ട് കളഞ്ഞാൽ തീർന്ന പ്രശ്നം. അല്ലെങ്കിൽ എൻ്റെ ഡോളിനെ അമ്മ കളഞ്ഞു എന്ന് പറഞ്ഞു, ഡോളിനല്ല ഡോറേനെ അമ്മ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങും. അതുകൊണ്ട് ഞാൻ അവളെ കാണിക്കാതെ ചെയ്യുന്ന പരിപാടിയാണിത്. നമ്മുടെ അങ്ങനെ അടിച്ച് എല്ലാം വാരിയിട്ടുണ്ട്. നല്ല പോലെ കാട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ ഞങ്ങൾ ഈ വേസ്റ്റിനെയൊക്കെ കാട്ടെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത്. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നമ്മളങ്ങനെ അടിച്ച് കോരി ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കുന്ന സമയത്ത് തുടക്കുന്ന കോല് നല്ലതുപോലെ നനച്ചിട്ട് പിഴിയാണ്ട് ആദ്യം ഒന്ന് തുടച്ചാൽ എന്തെങ്കിലും പൊടിയോ തണാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ പോയി കിട്ടും കേട്ടോ. അതിന് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ടും കൂടി തുടച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ അടിപൊളിയാവും. ഇവിടെ വന്ന ശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടില്ല, അതുകൊണ്ട് ഒരു പ്രാവശ്യം അത് ചെയ്യണം. എന്നാലേ ഇവിടെ മൊത്തമായിട്ടുള്ള പൊടികളൊക്കെ പോയി കിട്ടും. ഈ തുടക്കുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് അവിടെയുള്ള പൊടി ചളിയും മണ്ണൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴാണ് നല്ല വൃത്തിയാവണത്. എവിടെ കിടന്ന പൊടിയും ആ വെള്ളത്തിൽ അങ്ങ് ഒലിച്ചു പോകും. അപ്പം തന്നെ അടിപൊളിയായിരിക്കും. നമ്മുടെ ഒരു റൂം തുടച്ചിട്ടായി. അങ്ങനെ നേരെ അടുത്ത റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഈ പെട്ടികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ അതിലൊക്കെ നല്ല ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. നമുക്ക് ദിവസവും യൂസ് ചെയ്യാൻ എടുക്കണ്ടല്ലോ. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു റൂം തുടച്ചിട്ടായി. എന്നിട്ട് നേരെ അടുത്ത റൂമിലോട്ട് പോയിട്ടുണ്ട്. അടുത്ത റൂമിൽ കാണുന്ന ഈ പെട്ടികളിലൊക്കെ ഞാൻ നല്ല ഡ്രസ്സാണ് വെച്ചിട്ടുള്ളത്. അത് നമുക്ക് എപ്പോഴും എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്ത് വെച്ചത്. ഇപ്പം എന്തോരം തുണിയാണ്, 3 ഷെൽഫ് ഉണ്ടായിട്ടും മടക്കി വെച്ചിട്ട് തീരുന്നില്ല. അത്രയും തുണിയായിരുന്നു. അതുകൊണ്ട് എവിടെ വെക്കണം എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് നല്ലതൊക്കെ പെട്ടി തന്നെ വെക്കാം, അതാണ് നല്ലതെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനെ നല്ലതൊക്കെ അതിനകത്ത് വെച്ച്. അപ്പം നമ്മുടെ രണ്ടാമത്തെ റൂമും തുടച്ചിട്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ മണ്ണൊന്നും ഇല്ല കേട്ടോ. മണ്ണ് പൊടി മാത്രമാണ് അധികം. ഇവിടെ മണ്ണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നണില്ല, പൊടി ഉണ്ടാവും. അപ്പോൾ തുടച്ചില്ലെങ്കിൽ പൊടിയും പിന്നെ തണാറും. ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ തണാറൊക്കെ ഊരാൻ തുടങ്ങി. എൻ്റെ നല്ല പൂജേൻ്റെ നാട്ടിൽ നിന്ന് ചെറുതായിട്ട് ഊരുന്നുണ്ടായിരുന്നു. എൻ്റെതാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒട്ടും ഊരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഊരുന്നതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലതുപോലെ ഊരാൻ തുടങ്ങി. ഇവിടുത്തെ വെള്ളത്തിൽ 2 ദിവസം കുളിക്കുമ്പോഴത്തേക്കും മുടിയൊക്കെ നല്ലതുപോലെ ഊരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലാണെങ്കിൽ ഞാൻ ഒന്ന് ആദ്യം തുടച്ചു കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തോർത്തി കൊടുത്തു. അതുകൊണ്ട് നല്ലതാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചളി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുത്തു. അപ്പം നമ്മുടെ കിച്ചണും സെറ്റായിട്ടുണ്ട്. എന്നിട്ട് നേരെ ഹാളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ഹാളും കൂടി ഒന്ന് തുടച്ചേക്കാം. അപ്പോഴത്തേക്കും കണ്ണാടിയൊക്കെ ഇങ്ങനെ വൈറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാടിക്ക്. അതൊക്കെ ഒന്ന് നല്ലതുപോലെ തേച്ച് കഴുകി നമ്മുടെ കണ്ണാടി കിണ്ണം പോലെ തിളങ്ങുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ഇത്തിരി സൗന്ദര്യം വന്ന പോലെ തോന്നുന്നു.
പിന്നെ ഞാൻ മാസ്ക് കെട്ടിയതുകൊണ്ട് നല്ല ഉപകാരമായിട്ടോ. ഒന്നാമത് എനിക്ക് ജലദോഷമുണ്ട്, അപ്പോൾ മാസ്ക് കെട്ടുമ്പോൾ നമ്മുടെ പൊടിയൊന്നും തട്ടില്ല. പിന്നെ ഇവിടെ ഒടുക്കത്തെ ചൂടാണ് ഗൈസ് ഇപ്പോൾ. പണ്ട് ഞാൻ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് മാസ്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ തീ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമ്മുടെ മൂക്കിലൊന്നും പൊടിപാറാതെ സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കെട്ടിയത്. അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടോ. അങ്ങനെ നമ്മുടെ കണ്ണാടിയൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഹാളിലും ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, വാഷിംഗ് മെഷീൻ കാണുമ്പോഴാണ് ഓർമ്മ വന്നത്. ഇവിടെ വന്നിട്ട് 3 ദിവസവും ഞങ്ങൾക്ക് വെള്ളം കഴിഞ്ഞായിരുന്നു. കാരണം ഇവിടെ ഒരു ടൈമിലേ വെള്ളം വരൂ. ഇപ്പോഴാണെങ്കിൽ ചൂടാണല്ലോ, അതുകൊണ്ട് ഒത്തിരി നമുക്ക് വെള്ളവും വേണ്ടി വരുന്നു. പിന്നെ മെഷീനിലും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് വെള്ളം തീർന്നു വന്ന്. അങ്ങനെ 3 ദിവസമായി എനിക്ക് പണി കിട്ടുന്നത്. ഇന്നാണെങ്കിൽ ഞാൻ മെഷീനിലിട്ടില്ല കേട്ടോ, ഞാൻ അലക്കിയിട്ട് മെഷീനിൽ പിഴിയാനിട്ടു. അതുകൊണ്ട് നമ്മുടെ വെള്ളം കൂടി ഒന്ന് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എപ്പോഴത്തേക്ക് നമ്മുടെ ഹാളൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നെഗറ്റീവായാലും പോസിറ്റീവായാലും അറിയിക്കണം. വീട്ടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് അറിയിക്കണേ. പിന്നെ ഒരു ടിപ്സ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെയുള്ള ക്ലീനിങ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ തോർത്തോ അതുപോലെ ടവലോ മാസ്കോ എന്തെങ്കിലും കെട്ടുന്നത് നല്ലതായിരിക്കും. ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. പൊടിയൊക്കെ തട്ടാതിരിക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.